ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ചിക്കൻ കിട്ടിയ പല രീതിയിൽ ചിക്കൻ വെക്കാറുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് ഒരു ഫുൾ ചിക്കന് എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു പെരി പെരി അൽഫാം പോലെ തന്നെ റെഡിയാക്കി എടുക്കുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടി ഒരു തക്കാളി, ഒരു സവാള, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു കുടം വെളുത്തുള്ളി, സാമാന്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 ചുമന്ന മുളക് കുരു കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല ഇതൊക്കെ ആവശ്യത്തിനാണ്, മഞ്ഞൾപ്പൊടി, ഒരു ചിക്കൻ ക്യൂബിന്റെ ചെറിയൊരു പീസ്, 1 സ്പൂൺ പഞ്ചസാര, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് തൈരും ഒരു ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി അരക്കേണ്ട കേട്ടോ. ചിക്കൻ ദാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ബാക്കി മുഴുവനും കത്തിയുടെ ചുണ്ടും കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി വെച്ചിരിക്കുകയാണ്. ഫുൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കാലിനെ രണ്ടിനെ എന്താണ്ടത് ഇവനെ ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട് ഒരു നൂലിട്ട്. ഇതല്ലെങ്കിൽ അങ്ങ് പോകും, അതുകൊണ്ടാണ് മലന്നു പോകും വേഗുന്നുണ്ട്. ഇനി ഈ മസാല മുഴുവനും കൂടെ ഇതിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഇതിന്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ അതിന്റെ ഉള്ളിലോട്ടും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി മസാല ഇതിനകത്തുണ്ട്, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. കാര്യം ഇത് നമുക്ക് ഇന്നല്ല ഇത് വെക്കേണ്ടത്, നാളത്തേക്ക് വെക്കാനും വേണ്ടിയാണ്. തലേദിവസിയെ ഇത് അല്ലെങ്കിൽ വൈകിട്ട് വെക്കണമെങ്കിൽ രാവിലെ തന്നെ ഇതിങ്ങനെ പുരട്ടി വെക്കണം, ഫ്രിഡ്ജ് വെക്കണം. ഇതിന് ഞാനൊരു അരമണിക്കൂറോളം വെളിയിൽ ഇങ്ങനെ തന്നെ വെക്കും. അത് കഴിയുമ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജ് വെക്കും, ഫ്രീസറിലല്ല ഫ്രിഡ്ജില്. ഇത് ഇന്നലെ മസാല പുരട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്ന ചിക്കനാണ്. കുക്കർ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ചിക്കൻ എടുത്ത് വെക്കും. ആ മസാലയും കൂടെ ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ഇനി ഇത് ഫ്ലെയിം ഒരു സിമ്മിലാക്കി ഒരു 20 മിനിറ്റും പിന്നെ ലോയില് 1 മണിക്കൂറും കൂടെ വെച്ച് നോക്കാം. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് സിമ്മിലിട്ട് കഴിയുമ്പോ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങും കേട്ടോ. അപ്പൊ ഇത് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടാല് അടിക്ക് പിടിക്കും. ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ. ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രേവി മാറ്റുന്നില്ല, ഗ്രേവി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഞാൻ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന പോലെ കുറച്ച് അല്പം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയില് 15 മിനിറ്റ്. ചിക്കൻ ഒന്ന് ഗ്രില്ലായി വരുമ്പോഴത്തേനും ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഇതുവരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലേ, കുറച്ച് ഓയിൽ ഒഴിച്ചു, അല്പം നെയ്യൂടെ. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് വരുന്നത്, ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, കുറച്ച് ടൊമാറ്റോ സോസ്, അല്പം സോയാ സോസ്, എല്ലാം കൂടി ഇട്ടിട്ട് ഇനി അതിലേക്ക് ചിക്കൻ വെന്ത വെള്ളമാണ്. ഇതിനകത്ത് അല്പം മാത്രമേ നമ്മള് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ. ഇതൊന്ന് പറ്റി വരും. ചിക്കൻ നോക്കാം, ആയിട്ടുണ്ട് കണ്ടോ, ഗ്രില്ലായതുകൊണ്ടായിട്ടുണ്ട്. ഈ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് പറ്റി വരണേ. ചിക്കൻ നല്ലതുപോലെ വെന്തായിരുന്നേ. പക്ഷെ കാലൊക്കെ നമ്മൾ കെട്ടി വെച്ച് തന്നിട്ടും ഇതാ ഷേപ്പ് ഒക്കെ ഒന്ന് മാറി. എന്താ ഇതിന്റെ കാലൊക്കെ വിട്ടുപോയി, അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മൾ കെട്ടി വെച്ചത്. നല്ലതുപോലെ വെന്തായിരുന്നു. ഇനി ഈ ഗ്രേവി ഇതേപോലെ ഇതിന്റെ മുകളിലോട്ടൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി മുഴുവനും പറ്റണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. പക്ഷെങ്കില് ഇത്രയും വെന്ത് പോകല്ലേ. 1 മണിക്കൂർ വേണ്ട കേട്ടോ. ഞാനിത് 1 മണിക്കൂർ എന്ന് പറഞ്ഞു, ഇത് 1 മണിക്കൂർ ആയപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോ നല്ലതുപോലെ വെന്തത്.
ഇത് വെച്ചിട്ട് ഞാൻ വേറെ പണിക്ക് പോയതാ. ഏറ്റവും കുറച്ചാണ് ഇത് വേവിക്കാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അധികം ആകത്തില്ല, എളുപ്പമെന്നാ വിചാരിച്ച്. ഇത് പെറോട്ടയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എങ്ങനെ വേണേലും കഴിക്കാം, വെറുതെ ആയാലും കഴിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ ചിക്കൻ വേണമെന്നില്ല. ഞാൻ ഫുൾ ചിക്കനെ ഉണ്ടാക്കിയതാണ്. സാധാരണ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഒരു 4ആയിട്ടോ 6ആയിട്ടോ വാങ്ങിക്കും. എന്നിട്ടായിരുന്നു ഉണ്ടാക്കാറുള്ളത്. ഫുൾ ചിക്കൻ എടുക്കണമെന്നൊരു ആഗ്രഹം, അതിനാണ് ഫുൾ ചിക്കൻ എടുത്തത്. ശരിക്കും അങ്ങ് പറ്റിക്കണേ. ഇതിന് നല്ലൊരു മധുരവും എരി എല്ലാം കൂടെ കേട്ടോ. ആ സോസിന്റെ ഒരു പുളിപ്പും എല്ലാം കൂടെ വരുന്നത്. ശരിക്കും ഞാൻ പറയുന്ന പെരിപ്പെരി അൽഫാമെന്നാ കേട്ടോ. എന്റെ പെരിപ്പെരി അൽഫാമ, അതായത് അതുപോലെ നല്ല എരിവൊക്കെ ഉണ്ട്. ഇതാ ഗ്രേവിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതിലിരുന്ന് തന്നെ ഒന്നുകൂടെ അങ്ങ് പറ്റിക്കോളും. ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ടോ, നല്ലപോലെ വെന്ത് മൊരിഞ്ഞിട്ട് നമ്മൾ ആ മസാല എല്ലാം കൂടെ അതിന് മുകളിലെല്ലാം വെച്ച് റെഡിയാക്കിയ ഒരു പെരി പെരി അൽഫാം ചിക്കൻ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കനാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് ആ ഒരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതി മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. കണ്ടോ, ചിക്കൻ അല്പം വെന്ത് പോയി അതിന്റെ ഷേപ്പ് ഒക്കെ മാറിയെന്നേ ഉള്ളൂ കേട്ടോ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.